കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി ബജറ്റിൽ തുക അനുവദിച്ചതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കിയിലെ മലയോര ജനത കാണുന്നത്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗത രംഗത്ത് ഹൈറേഞ്ചിന് കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധിക്കും. ഇതോടൊപ്പം കട്ടപ്പനയെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ 20 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് കട്ടപ്പന തേനി തുരങ്കപാത. മൂന്നാർ, തേക്കടി, വാഗമൺ, ഇടുക്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ കുതിപ്പേകും. കട്ടപ്പന പാറക്കടവ് മുതൽ കമ്പം ഒന്നാം വളവ് വരെ ഭൂഗർഭപാത നിർമ്മിച്ചാൽ 12 കിലോമീറ്റർ ദൂരമാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 490 മീറ്റർ ഉയരത്തിലാണ് കമ്പം ടൗൺ. കട്ടപ്പന 870 മീറ്റർ ഉയരത്തിലും. കമ്പവും കട്ടപ്പനയും തമ്മിലുള്ള ഉയരവ്യത്യാസം 270 മീറ്ററാണ്. 100 മീറ്റർ പാത നിർമ്മിക്കുമ്പോൾ 5 മീറ്റർ വരെ ചെരിവുണ്ടാകാമെന്നതാണ് നിർമ്മാണത്തിന്റെ അന്തർദേശീയ മാനദണ്ഡം. കമ്പം തുരങ്കപാത നിർമ്മിച്ചാൽ 2.25 മീറ്റർ ചെരിവ് മാത്രമേ ഉണ്ടാകൂ. ഇപ്പോൾ കമ്പത്തെത്താൻ 40 കിലോമീറ്റർ ദൂരമാണ് കട്ടപ്പനയിൽ നിന്നുള്ളത്. തുരങ്കപാത നിർമ്മിക്കാനായാൽ ഹൈറേഞ്ചിന്റെ വികസന സാധ്യതകൾ വൻതോതിൽ ഉയരും. ഇങ്ങനൊരു തുരങ്കപാത വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിർദ്ദിഷ്ട ലോവർ ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ പ്രൊജക്റ്റിലേക്ക് അത് യാഥാർത്ഥ്യമായാൽ ആ കട്ടപ്പനയിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന സാഹചര്യം രൂപപ്പെടും. നവ ഇടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പന കമ്പം തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നു. മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിലാണ് നൂതന ആശയമുണ്ടായത്. ഇതോടൊപ്പം ഇടുക്കി ഗ്രീൻ ടൂറിസം കമ്പനിയുടെ നേതൃത്വത്തിൽ സാധ്യതാ പഠനവും നടത്തി. ഇതിനുശേഷമാണ് സംസ്ഥാന ബജറ്റിൽ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.